വർഷത്തെ സംസ്ഥാന കർഷക ദിനാചരണവും 2014 കർഷക അവാർഡ് വിതരണവും ഓഗസ്റ്റ് 16 തീയതി കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനത്ത് വെച്ച് നടത്തുകയുണ്ടായി. കണ്ണൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെ മേളയ്ക്ക് ആരംഭം കുറിച്ചു. ഇതിനോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യൻ കാർഷികോത്സവമായി ഓഗസ്റ്റ് 16 തീയതി മുതൽ 26 തീയതി വരെ സർക്കാർ വകുപ്പുകൾ, ദക്ഷിണേന്ത്യയിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, സഹകരണ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കുടുംബശ്രീകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന സ്റ്റാളുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് ഇന്ന് ജനമേറ്റെടുത്തിരിക്കുകയാണെന്ന് മന്ത്രി കെ.പി. മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. കാർഷിക മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ, വിദ്യാർത്ഥികളടക്കം, അധ്യാപകരടക്കം, രക്ഷിതാക്കളടക്കം, ഉദ്യോഗസ്ഥന്മാരടക്കം, ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ഗ്രാമ മേഖലയിലുള്ള പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളടക്കം, ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്ന് കാർഷിക മേഖലയ്ക്ക് ഒരു തൂക്കം കൊടുത്തുകൊണ്ട്, മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടമായി നമ്മൾ കാണുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ അതിന്റെ ഉൽപാദനം കൂടി വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറികളിലൊക്കെ തന്നെ പലതിലും, എല്ലാറ്റിലും എന്ന് പറയാൻ സാധ്യമല്ല, പക്ഷെ പലതിലും മായം ചേർന്നതാണ്, വിഷാംശം അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് പ്രതിവാദം ഉണ്ടായപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 2014 വർഷം മാത്രം 50,000 ക്യാൻസർ രോഗികളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ കേരളത്തിൽ ക്യാൻസർ രോഗികൾ ഉണ്ടായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം പറയുന്നത് ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിലുള്ള അപാകതകളാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമുക്ക് ഹിതകരമായി അല്ലാതായിട്ട് വരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് ജനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന് പ്രചരണം നടത്തിക്കൊണ്ട് നമ്മുടെ ഓരോ മേഖലയിലുമുള്ള ആളുകൾ, നമ്മുടെ സിനിമാ താരങ്ങളടക്കം മുന്നോട്ട് പോകുന്നു. ആ സിനിമാ താരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ശ്രീനിവാസനാണ്. അദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജയറാമാണ്. മന്ത്രി കെ.സി. ജോസഫ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ജയറാം ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കാർഷിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോഴും ഗുണപരമായ മാറ്റമുണ്ടായ കാലഘട്ടമാണ് നാം പിന്നിടുന്നതെന്ന് മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോഴും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് നാം പിന്നിടുന്നത്. കൃഷി വകുപ്പ് മന്ത്രി അധ്യക്ഷത സൂചിപ്പിച്ചതുപോലെ കാർഷിക രംഗത്ത് പ്രതീക്ഷിച്ച പുതിയ ദിവസങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നു. ഉൽപാദന രംഗത്തുണ്ടായ ശ്രദ്ധേയമായ വർധനവ്, കൃഷിഭൂമിയുടെ അളവിലുണ്ടാകുന്ന, നേരിയ തോതിലുണ്ടാകുന്ന വർധനവ് കാർഷിക രംഗത്ത് ഒരു പുതിയ ചലനം, അതിന്റെ എല്ലാം പ്രതിഫലനമാണ് നാം കാണുന്നത്. ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതിനും പങ്കെടുക്കുന്നതിനുമായി ധാരാളം പേർ സന്നിഹിതരായിരുന്നു. മികച്ച പാടശേഖര സമിതിക്കുള്ള മിത്രനികേതൻ കെ. വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, പാലക്കാട് മുണ്ടൂർ പൊരിയാനി പാടശേഖര സമിതിക്ക് ലഭിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു വർഷം 2 സീസണിൽ 48 ഹെക്ടർ സ്ഥലത്ത് ഇവർ നെൽകൃഷി നടത്തുന്നു. വന്യമൃഗ ആക്രമണത്തിനെതിരെ വിവിധ ശാസ്ത്രീയ മാർഗങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി നടത്തുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത. മാത്രമല്ല, നെൽവയൽ നികത്തലിനെതിരെ
പാടശേഖരാടിസ്ഥാനത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു. ₹2,00,000 പ്രശംസാപത്രവും ഫലകവുമാണ് പുരസ്കാരം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എടുത്തുപറയത്തക്ക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ച പാടശേഖര സമിതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ഇത്. എൻ്റെ പേര് പഴനംകുട്ടി മുണ്ടൂർ പൊരിയാനി പാടശേഖര സമിതി കൺവീനറാണ്. 1990 പാടശേഖരം രജിസ്റ്റർ ചെയ്തതാണ്. 10-20 വർഷത്തോളമായി ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നു. ഞങ്ങളുടെ പാടശേഖരം പുതിയ നൂതന കൃഷിരീതികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യന്ത്രവൽക്കരണമാണ്. 10 ഹെക്ടറോളം യന്ത്രവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. RSGP വിത്തായിട്ട് സീഡ് അതോറിറ്റിക്ക് കൊടുത്തു വരുന്നു. മണ്ണ് പരിശോധന നടത്തി ആവശ്യത്തിന് ചുണ്ണാമ്പ് പച്ചിലവള പ്രയോഗങ്ങളൊക്കെ നടത്തി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിപ്പോൾ വിളവ് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൃശ്യമാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരണം നേടിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളൊരു തൊഴിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പാടശേഖരത്തിനകത്തും പഞ്ചായത്തിന് പുറത്തുമായി ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പൊരിയാനി പാടശേഖരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാടശേഖരമാണ്. കൂടാതെ കാട്ടുമൃഗങ്ങളുടെയും ആന, മയില്, പന്നി എന്നിവരുടെയും ഇതിൽ നിന്നാണ് ഞങ്ങൾ നെൽകൃഷി എടുത്തു വരുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റിഫ്ലക്ടർ റിബൺ, ട്രാക്കർ സ്റ്റേഷൻ എന്നിവ ഉപയോഗിച്ച് നെൽകൃഷി നല്ല രീതിയിൽ ചെയ്തു വരുന്നു. യാതൊരു നഷ്ടങ്ങളും കൂടാതെ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പാടശേഖരം പോകുന്നുണ്ട്. ഈ വർഷത്തെ കർഷകോത്തമ അവാർഡിന് അർഹനായത് കോഴിക്കോട് തിരുവമ്പാടി ആനക്കാമ്പുയിൽ മണ്ണുറുകുശുമ്പിൽ MM ഡൊമിനിക്കാണ്. എല്ലാവിധ കാർഷിക ഘടകങ്ങളും വിവിധ വിളകളും ശാസ്ത്രീയമായി തന്മയത്വത്തോടെ സമ്മേളിപ്പിച്ചിരിക്കുന്ന ഒരു കൃഷിയിടത്തിനുടമയാണ് ശ്രീ ഡൊമിനിക്. കന്നുകാലി വളർത്തലും മറ്റ് സംയോജിത കൃഷിരീതികളും അവലംബിക്കുന്ന ഈ കൃഷിയിടത്തിൽ കാർഷിക വനവൽക്കരണവും നടത്തിയിട്ടുണ്ട്. ₹1,00,000 സ്വർണ്ണമെഡലും പ്രശംസാപത്രവും ഫലകവും പുരസ്കാരമായി നൽകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ്. ഈ 2015 കർഷകോത്തമ അവാർഡാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കൃഷികൾ തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ, കുരുമുളക്, വാഴ, പിന്നെ ചെറു തേങ്ങണ്ണങ്ങളെല്ലാം തന്നെ എല്ലാ കൃഷികളുമുണ്ട്. കൃഷിക്ക് വളപ്രയോഗത്തിന് പശു വളർത്തുണ്ട്, ആട് വളർത്തുണ്ട്, കോഴി വളർത്തുണ്ട്. ഇതാണ് നമ്മൾ കൂടുതൽ വളപ്രയോഗം ചെയ്യുന്നത്. കൃഷിയിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ ഭാര്യ, അമ്മ, മക്കൾ എല്ലാവരുടെയും സഹായമുണ്ട്. കൃഷിയിൽ എനിക്ക് കൃഷി വകുപ്പിലെ കൃഷി ഓഫീസർ പ്രകാശനാണ് എല്ലാ നിർദ്ദേശങ്ങളും ചെയ്തു തരുന്നത്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷി വിജയിച്ചത്. പിന്നെ കൃഷിയിൽ ഒരിക്കലും പരാജയമില്ല. കൃഷിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കൃഷി ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് വളരെ വിജയപ്രദമായിരിക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡാണ് ഹരിതമിത്ര അവാർഡ്. ഈ അവാർഡിന് തിരഞ്ഞെടുത്തത് മാളയിലെ സിനോജ് KS-നെയാണ്. കൃത്യത കൃഷിയുടെ ഉത്തമ ഉദാഹരണമായി അവതരിപ്പിക്കാവുന്ന ഒരു കൃഷിയിടം സിനോജിന് കാഴ്ചവെക്കാനായി. എല്ലാവിധ പച്ചക്കറികളും 7 ഏക്കറിലധികം സ്ഥലത്ത് വിസ്മയാവഹമായി വളർത്തിയിട്ടുണ്ട്. ₹1,00,000 സ്വർണ്ണമെഡലും പ്രശംസാപത്രവും ഫലകവുമാണ് പുരസ്കാരമായി നൽകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മാള കൃഷിഭവൻ പരിധിയിൽ വരുന്ന ഒരു കൃഷിക്കാരനാണ് ഞാൻ. കൃത്യത കൃഷിയാണ് നടപ്പിലാക്കുന്നത്. ഏകദേശം 20ഓളം പച്ചക്കറികൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. മാളയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായി മൂന്നാം വർഷം കിട്ടുന്ന 5ാമത്തെ സ്റ്റേറ്റ് അവാർഡാണിത്. ഇത്തവണ ഞങ്ങളുടെ കൃഷി ഓഫീസർക്കും അവാർഡുണ്ട്, ജോർജ് പ്രശാന്ത് സാറിന്. പിന്നെ ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം തുടർച്ചയായിട്ട് നമ്മൾ ഈ അവാർഡ് കൈവിട്ട് പോകാണ്ട് ഈ വർഷം മാളയ്ക്ക് തന്നെ കൊണ്ടുവരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഇത് മാളയിലെ കൃഷിക്കാർക്ക് ഒരു പുത്തൻ ഉണർവാകുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും മികച്ച കൃഷി ഫാമിന് നൽകുന്ന അവാർഡാണ് ഹരിതകീർത്തി അവാർഡ്. കണ്ണൂർ പാലയാട് കോക്കനട്ട് നഴ്സറിയെയാണ് ഈ വർഷം ഹരിതകീർത്തി അവാർഡിനായി തിരഞ്ഞെടുത്തത്. തെങ്ങിൻ തൈ ഉൽപാദനം കാര്യക്ഷമമാക്കുന്നതിന് പുറമെ മറ്റു ഫലവൃക്ഷ തൈകൾ, അലങ്കാര സസ്യങ്ങൾ മുതൽ തേനീച്ച വളർത്തൽ വരെ പ്രാവർത്തികമാക്കുകയും വരുമാനം 1 കോടിയിലധികം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ₹50,000 സ്വർണ്ണമെഡലും പ്രശംസാപത്രവും ഫലകവും പുരസ്കാരമായി നൽകും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫാമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാന കോക്കനട്ട് നഴ്സറി പാലയാടാണ്.
അവിടെ ചെറിയൊരു ഏരിയയിൽ തന്നെ തെങ്ങിൻ തൈക്ക് പുറമെ മറ്റുള്ള കൃഷികളെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഫാമിനെ മാറ്റിയെടുക്കുന്നതിന് സാധിച്ചു. അതിനുള്ളൊരു വലിയ അംഗീകാരമായി ഞങ്ങൾ ഈ അവാർഡിനെ കരുതുന്നു. സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ഫാമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും മികച്ച ഫാം ഓഫീസറായും തിരഞ്ഞെടുത്ത് ഇരട്ട അവാർഡ് നൽകിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഫാമിൽ ഉള്ള ഓഫീസിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. ഈ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ഒരു നേട്ടം ഉണ്ടായത്. ഏറ്റവും മികച്ച വാണിജ്യ നഴ്സറിക്കുള്ള അവാർഡിനായി തിരഞ്ഞെടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാംസ് ഉടമ ശ്രീ ജോസ് ജേക്കബ്. യന്ത്രവൽകൃത മാർഗങ്ങളിലൂടെയും ശാസ്ത്രീയ സങ്കേതങ്ങളിലൂടെയും പുതുതലമുറ ഫലസസ്യങ്ങളായ റംബൂട്ടാൻ, മാംഗോസ്റ്റൈൻ, ഫിലോസാൻ, ധൂരിയാൻ തുടങ്ങിയവയുടെയും അലങ്കാര സസ്യങ്ങളുടെയും ഗുണമേന്മയേറിയ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 1,00,000 രൂപയും സ്വർണ്ണ മെഡലും പ്രശംസാപത്രവും ഫലകവും പുരസ്കാരമായി നൽകുന്നു. അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടെ ഈ ഒരു അവാർഡിനെ ഞാൻ കാണുന്നു. നാണ്യവിളകൾക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്ന ഒരു കേരളത്തിലെ കാർഷിക ചിത്രത്തിന് ഒരു മാറ്റം, കേരളത്തിൽ യോജിച്ച പഴവർഗ്ഗങ്ങൾ കണ്ടെത്തി അതിൽ ഏറ്റവും മികച്ച ഇനങ്ങൾ ലോകത്തിലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അതിലേറ്റവും യോജിച്ച പ്രദേശങ്ങളിൽ അതാത് കൃഷികൾ വർദ്ധിപ്പിക്കാനുള്ള പ്രജനനം നടത്തി തൈകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാം, ഹോം ഗ്രോൺ ബയോടെക് ഇന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള പഴങ്ങളെക്കാൾ ഉപരി വിദേശ പഴങ്ങളിൽ നമ്മുടെ നാടിന് യോജിച്ച 25ഓളം ഫലവർഗ്ഗങ്ങൾ കണ്ടെത്തുകയും അത് നമ്മുടെ പ്രദേശങ്ങൾക്ക് യോജിച്ച രീതിയിൽ അതിനെ മേഖലകളാക്കി തിരിച്ച് ഏറ്റവും മികച്ച നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ആ ഉത്തരവാദിത്തം വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യുവാൻ ഹോം ഗ്രോൺ തീർച്ചയായിട്ടും പ്രതിബദ്ധത ഉണ്ടാവും. മുമ്പോട്ടും കൂടുതൽ മുമ്പോട്ട് പോകാനുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധ വച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. പ്രഥമ സമഷ്ടി അവാർഡിന് അർഹനായത് പത്മശ്രീ ജയറാം. സിനിമ അനുബന്ധ മേഖലയിൽ നിന്നും കൃഷിയിൽ താൽപര്യം കാണിക്കുന്ന, ഒപ്പം സ്വന്തമായി കൃഷി ചെയ്യുന്ന, മലയാളിക്ക് പ്രചോദനം നൽകുന്നതുമായ പ്രശസ്ത വ്യക്തികൾക്ക് സംസ്ഥാന കൃഷി വകുപ്പ് ഈ വർഷം മുതൽ സമഷ്ടി അവാർഡ് നൽകി ആദരിക്കുന്നു. ഒരു കൃഷിക്കാരനാണെന്നുള്ള ആഗ്രഹത്തെക്കാൾ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ഏകദേശം ജോലിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 10-22 വർഷമായിട്ട് ഞാൻ മദ്രാസിലാണ് താമസിക്കുന്നത്. മദ്രാസിലുള്ള എൻ്റെ ടെറസിന്റെ മുകളിൽ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് താല്പര്യം ഓർമ്മയുണ്ടെന്നറിയില്ല. അന്നത്തെ മലയാള മനോരമയുടെ ഒരു സപ്ലിമെന്റ് മുഴുവൻ എൻ്റെ ടെറസിലെ കൃഷിയെക്കുറിച്ചായിരുന്നു. ആ ചൂടിൽ ഞാൻ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് കെട്ടി ഏകദേശം പറയാൻ വിശ്വസിക്കില്ല, കേരളത്തിൻ്റെ ഒരു മണ്ണിൽ വികസിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ പച്ചക്കറികൾ ഞാൻ മദ്രാസിലെ 35 ഡിഗ്രി ചൂടിൽ മുകളിൽ നിന്നുകൊണ്ട് ഞാനത് ചെയ്തെടുത്തു. അത് എൻ്റെ മനസ്സിലുള്ള ഒരു കൃഷിക്കാരൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് ഒരു കൃഷിക്കാരൻ എന്ന ഒരു ആദരവ് എൻ്റെ ജീവിതത്തിൽ എന്നെ തേടി വരുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം വേദിയിരിക്കുന്ന ജോസഫ് സാറിന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ വർഷം 2 സംസ്ഥാന തലത്തിലുള്ള ഗവൺമെന്റിന്റെ അവാർഡുകൾ മേടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ 2ഉം ചെണ്ടയായിരുന്നു. 2ഉം കേരള കലാമണ്ഡലത്തിന്റെ ചെണ്ടയ്ക്കുള്ള പ്രഥമ MKK നായർ പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമിയുടെ ചെണ്ടയ്ക്കുള്ള പുരസ്കാരവും 2ഉം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കഴിഞ്ഞ വർഷം എനിക്കുണ്ടായി. ഈ വർഷം ഒരു കൃഷിക്കാരനുള്ള നിലയിൽ ഇവൻ സ്വന്തമാക്കാൻ കിട്ടുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമായ ഒരു ദിവസമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ദോഹയിലെ പ്രവാസി ജീവിതത്തിനിടയിൽ മണലാരണ്യത്തിലും സ്വന്തം നാട്ടിലെ നെൽകൃഷി, പച്ചക്കറി ഇനങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾ വൻതോതിൽ കൃഷി ചെയ്ത ഒരു പുതിയ കാർഷിക വിജയഗാഥ തീർത്തിരിക്കുകയാണ്
പ്രവാസി മലയാളി വീട്ടമ്മമാർ. ഫേസ്ബുക്കിലെ അടുക്കളത്തോട്ടം കൂട്ടായ്മയിലൂടെ കാർഷികപരമായ താൽപര്യം പരസ്പരം പങ്കുവച്ച് ദോഹയിലെ മലയാളി പ്രവാസികളായ വീട്ടമ്മമാരെ അറബ് നാടിന്റെ ഉഷ്ണഭൂമിയിലും കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആ ശ്രമം വിജയത്തിലെത്തിച്ചതിനായിരുന്നു ഈ പുരസ്കാരം. മാനന്തവാടി സ്വദേശിനി ശ്രീമതി ലിലി മാത്യുവിനെ ഈ കണ്ണൂർ നടക്കുന്ന കാർഷിക മേളയിൽ ഞങ്ങൾക്ക് അവാർഡിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഖത്തറിലെ ദോഹ അടുക്കളത്തോട്ടം കൂട്ടായ്മയിൽ നിന്നുള്ളവരാണ്. ഞാൻ മീന ഫിലിപ്പ്, ഇത് ജിഷ കൃഷ്ണ, ഇത് അംബര പവിത്രൻ. ഞങ്ങൾ 3 പേരും കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അംബര പവിത്രൻ ചാലക്കുടിയിൽ നിന്നും, ജിഷ കൃഷ്ണ കാലിക്കറ്റിൽ നിന്നും, ഞാൻ കോതമംഗലത്ത് നിന്നും വന്ന് ഖത്തറിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾ ഫേസ്ബുക്ക് ആക്ച്വലി ഇത് ഫോം ചെയ്തത് അവിടെയുള്ള വീട്ടമ്മമാരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ സ്വന്തമായി പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കൃഷിയിലേക്ക് മുൻപോട്ട് ഇറങ്ങിയപ്പോൾ മിസ്റ്റർ മുഹമ്മദ് അൽ ദോസരി ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലം തരികയും ഞങ്ങളോട് അവിടെ കൃഷി ചെയ്തോളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ജൈവ രീതിയിൽ അദ്ദേഹം ഞങ്ങൾക്ക് വളം, വെള്ളം, പിന്നെ സ്ഥലവും ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ 3 പേരും മുൻപോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഫുൾ സപ്പോർട്ട് തന്നു, ഞങ്ങളുടെ പിറകെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മരുഭൂമിയിൽ 48 ഡിഗ്രി ചൂടിലും കൃഷി ആരംഭിച്ചു. പച്ചക്കറിയായിരുന്നു ആദ്യ ഉദ്ദേശം. പിന്നീട് നെല്ല് എന്തുകൊണ്ട് വളർത്തിക്കൂടാന്നൊരു ഐഡിയ വന്നപ്പോൾ നെൽകൃഷിയിലേക്കും അല്പം ശ്രദ്ധ കൊടുത്തു. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ആകെ ഒരു 70 സെന്റാണ് തിരഞ്ഞെടുത്തത്. അവിടെ ഞങ്ങൾ നെല്ലും ശ്രമിച്ചു. ആദ്യം 2-3 പ്രാവശ്യം മണ്ണിനോട് പിണങ്ങി ചൂടും ഒക്കെ കാരണം നെല്ല് വളർന്നില്ല. പക്ഷെ പിന്നീട് കാഞ്ചന വിത്ത് കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഞങ്ങൾ 21-ാം ദിവസം ഞാറ് പറിച്ചു നടുകയും നെല്ല് നല്ലപോലെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ നെല്ലിൻ്റെ കൊയ്ത്തെല്ലാം ഭംഗിയായി നടത്തി. ഞങ്ങളുടെ ശീതകാല പച്ചക്കറികളെല്ലാം നല്ല വിളവ് തന്നു. അതെല്ലാം ഞങ്ങൾ വിളവെടുപ്പൊക്കെ നല്ല ക്ഷേമമായിട്ടൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ ഇപ്പം ദോഹയിലെ ഒട്ടുമുക്കാലും ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ മോർ ദാൻ 1000 ഒരു 1300 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ മിക്കവരും തന്നെ അവരവർക്കുള്ള സൗകര്യത്തിൽ ടെറസിലും ബാൽക്കണിയിലും വില്ലയിൽ താമസിക്കുന്നവരെല്ലാം ഒരു സീസണിൽ സ്വന്തമായിട്ട് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം വളർത്താൻ ശ്രമിക്കുന്നവരാണ്. നല്ലപോലെ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട് ദോഹയിൽ. ഖത്തറിലെ മലയാളി പ്രവാസികൾക്കായി കൃഷി ചെയ്യാനുള്ള പശ്ചാത്തലമൊരുക്കിയ ഖത്തറിലെ മുഹമ്മദ് അൽ ദോസരിക്ക് അദ്ദേഹത്തിന്റെ കാർഷിക ആഭിമുഖ്യത്തെ ആദരിച്ച് പുരസ്കാരമേകി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए जैव उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अपने का सिर्फ नीम लिपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം.
ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഓണക്കാല തോട്ടങ്ങളിലെ പച്ചക്കറികൾ വിഷരഹിതമെന്ന് ലാബ് റിപ്പോർട്ട്. തേനീച്ച വളർത്തലിൽ പരിശീലനം. പച്ചക്കറി നഴ്സറികൾ സ്ഥാപിക്കാൻ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ കർഷകർ ഓണക്കാല വിളവിനായി തയ്യാറാക്കുന്ന കൃഷിത്തോട്ടങ്ങളിൽ നിന്നും ശേഖരിച്ച പച്ചക്കറി സാമ്പിളുകൾ വിഷരഹിതമെന്ന് കാർഷിക സർവകലാശാല അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറിയിലായിരുന്നു പരിശോധന. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 29 സാമ്പിളുകളും കാസർഗോഡ് നിന്ന് 44 സാമ്പിളുകളുമാണ് ഓണക്കാല പരിശോധനയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോഴത്തെ പരിശോധനാ ഫലങ്ങൾ ആശാവഹമാണെന്ന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ടുകൾ പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിൽ കൈവരിച്ച വിജയമാണ് ഈ ഫലങ്ങൾ തെളിയിക്കുന്നത്. പരിശോധിക്കേണ്ട പച്ചക്കറിയുടെ ഓരോ കിലോ സാമ്പിൾ വീതം പ്ലാസ്റ്റിക് അല്ലാത്ത തുണി കവറിലിട്ട് കർഷകന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ ലേബലിട്ട് കൃഷി ഓഫീസറുടെ ശുപാർശ കത്തുമായി കാർഷിക കോളേജിലെ ലബോറട്ടറിയിൽ എത്തിച്ചാൽ സൌജന്യ പരിശോധന നടത്താമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. സമ്പൂർണ്ണ ജൈവ കാർഷികോൽപ്പന്നങ്ങളുടെ പ്രചരണാർത്ഥം സംസ്ഥാന കൃഷിവകുപ്പ് അനുയോജ്യമായ ബ്രാൻഡ് നെയിമും ലോഗോയും സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കേരളം ജൈവ സംസ്ഥാനമാക്കാൻ നടത്തുന്ന തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഈ നടപടിയുടെ എൻട്രികൾ ഇനി പറയുന്ന വിലാസങ്ങളിൽ അയക്കാവുന്നതാണ്. കൃഷി ഡയറക്ടർ @gmail.com, ഫെർട്ടിലൈസർ 2010 @gmail.com. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടമെന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. തേനീച്ച പരിചരണം, കോളനി വിഭജനം, തേൻ സംഭരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റബ്ബർ ബോർഡ് ഏകദിന പരിശീലനം നടത്തുന്നു. സെപ്റ്റംബർ 2-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0481-235-1313, മറ്റൊരു നമ്പർ 0481-235-3127. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 2-ാം തീയതി കേരള കാർഷിക സർവകലാശാല കട്ടച്ചൽക്കുഴി ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കർഷകർക്കാണിത് സംഘടിപ്പിക്കുന്നത്. താൽപര്യമുള്ള കർഷകർ ഈ മാസം 26-ന് മുമ്പ് അപേക്ഷിക്കണം. അപേക്ഷിക്കേണ്ട വിലാസം: അസോസിയേറ്റ് പ്രൊഫസർ, നാളികേര ഗവേഷണ കേന്ദ്രം, കട്ടച്ചൽക്കുഴി PO, തിരുവനന്തപുരം 695501. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047124000621. പച്ചക്കറി നഴ്സറികൾ സ്ഥാപിക്കാനായി കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. 500 ക്യൂബിക് മീറ്റർ വലിപ്പത്തിൽ കീടപ്രതിരോധ വലയും മഴമറയും ഉപയോഗിച്ച് സ്ഥാപിക്കാവുന്ന നഴ്സറിക്ക് 5 ലക്ഷം രൂപ സബ്സിഡിയും 2 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ടായും നൽകും. തിരഞ്ഞെടുക്കപ്പെട്ട 6 കോർപ്പറേഷനുകൾക്കും 4 മുനിസിപ്പാലിറ്റികളിലുമാണ് ഈ വർഷം ധനസഹായം ലഭ്യമാക്കുന്നത്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 12,800 രൂപ, തൃശൂർ 12,000 രൂപ. കൊപ്ര കൊച്ചി 7,870, കോഴിക്കോട് 8,000, തൃശൂർ 8,140. കുരുമുളക് അൺഗാർബിൾഡ് 63,000 രൂപ, ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 22,250, ബെസ്റ്റ് 23,250. മഞ്ഞൾ സേലം 7,700, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക് 22,000-നും 23,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,600, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,600, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700, കൊപ്ര 7,870, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 63,000, ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 22,250, ബെസ്റ്റ് 23,250. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 മുതൽ 210 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 325 മുതൽ 450 രൂപ വരെ, ജാതിപത്രി 600 മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,600, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300, ഒട്ടുപാൽ 7,200, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം.
റബ്ബർ വിപണിയിൽ ഇന്ന് സംഭവിച്ച വിലത്തകർച്ച ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചുലച്ചു. ടയർ വ്യവസായികൾ കൂട്ടത്തോടെ രംഗത്ത് നിന്ന് പിൻവലിച്ചതോടെ 4ാം ഗ്രേഡ് ഷീറ്റ് വില 5 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് നീങ്ങി. 111 രൂപയ്ക്ക് പോലും മികച്ച ഇനം റബ്ബർ ശേഖരിക്കാൻ വ്യവസായികൾ വിസമ്മതിച്ചത് കാർഷിക മേഖലയെ സമ്മർദ്ദത്തിലാക്കി. റബ്ബർ അവധി നിരക്കുകളും താഴ്ന്നു. ഓണം അടുത്തതോടെ പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിച്ചു. മുന്നിലുള്ള ദിവസങ്ങളിൽ വിൽപ്പന തോത് മെച്ചപ്പെടുമെന്ന വിശ്വാസത്തിലാണ് വ്യാപാര രംഗം. പാമുൽ അടക്കമുള്ള ഭക്ഷ്യ എണ്ണകളുടെ വിൽപ്പനയും ഉയർന്നു. അതേസമയം കൃഷി മന്ത്രാലയം വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിലൂട്ടി ഉയർത്താനുള്ള നീക്കം എണ്ണക്കുരു ഉൽപ്പാദകർക്ക് നേട്ടമാവും. സുഗന്ധവ്യഞ്ജനങ്ങൾ ഉത്തരേന്ത്യൻ ഓർഡറുകൾ വരവിനെ ഉറ്റുനോക്കുകയാണ്. വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് ചുരുങ്ങി. ജാതിക്കയും ജാതിപത്രിയും കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങി. ലേലകേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക നീക്കം ശക്തം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.3 24, കൊച്ചി 30.6 24, ആലപ്പുഴ 30.8 25.2, പുനലൂർ 31.6 23.5, തിരുവനന്തപുരം 31.1 25 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.